നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലൈറ്റിന് നമ്മൾ ടു വേ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. നമ്മൾ ടു വേ എന്ന് പറയുമ്പോൾ അകത്തുനിന്നും പുറത്തുനിന്ന് ഒരു ലൈറ്റ് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന തന്നെയാണ്. അത് സിമ്പിളായിട്ടുള്ളൊരു കണക്ഷനാണ്. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടി അതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് അത് ചെയ്യാം. അതിപ്പോൾ ബെഡ്റൂമിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഡോറിൻ്റെ അവിടെ ഒരു ലൈറ്റ് ഫാനൊക്കെ സ്വിച്ച് ഉണ്ടായിരിക്കും. പിന്നെ ബെഡിൻ്റെ അടുത്ത് മറ്റൊരു സ്വിച്ചും ഉണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളിടത്തുനിന്ന് ഓൺ ആക്കാം, ഓഫ് ചെയ്യാം. അതിന് വേണ്ടിയുള്ള കണക്ഷൻ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. അതറിയാത്തവർക്ക് വേണ്ടി നമ്മൾ സിമ്പിളായിട്ട്, വളരെ സിമ്പിളാണ് അതിൻ്റെ കണക്ഷൻ, പക്ഷെ നോർമൽ അല്ല. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ. ഇവിടെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ റിമോട്ട് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് ഹോം ഓട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ ടു വേ ഒന്നും ആവശ്യമില്ല. സാധാരണ ഏതൊരു ലൈറ്റിന് നമുക്ക് റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് ഓൺ ഓഫ് ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിച്ച് ബെഡിൻ്റെ അടുത്തോ മറ്റോ റൂമിലോ എവിടെ നിന്ന് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതിന് റിമോട്ട് കൺട്രോളും ഈ യൂണിറ്റൊക്കെ ആവശ്യമുണ്ട്. ഇത് അതൊന്നും ഇല്ലാതെ നോർമൽ സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ട് ടു വേ സ്വിച്ചാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ ഇതിപ്പോൾ നമ്മൾ നോർമൽ സ്വിച്ചാണ് ഇത് വരുന്നത്. ഇതിന് വൺ വേ സ്വിച്ച് എന്ന് പറയും. ഇതിനകത്ത് ആകെ രണ്ട് കണക്ഷൻ മാത്രമേ വരുള്ളൂ. പക്ഷെ ഇത് ടു വേ സ്വിച്ച് എന്ന് പറയും. അതിനകത്ത് മൂന്ന് വയർ കണക്ട് ചെയ്യാനുള്ള 3 പോയിന്റ് കാണും. ഇതിനകത്ത് 2 പോയിന്റ്. ഇതാണ് അതിന്റെ വ്യത്യാസം. അപ്പോൾ സാധാരണ ടു വേ സ്വിച്ചുകൾക്കൊക്കെ ഇവിടെ ഒരു മാർക്കിങ്ങും ഇങ്ങനെ കാണും. ഇത് ഏത് സൈഡിലും ഓൺ ആവും. ഇത് വൺ വേ സ്വിച്ച് ആണെങ്കിൽ ഇങ്ങോട്ട് ഓണും ഇങ്ങോട്ട് വെച്ചാൽ ഓഫാണ്. പിന്നെ ഇതിൽ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ ഇല്ല. പക്ഷെ ടു വേ അങ്ങനെയല്ല. ടു വേയിൽ ഇതിൽ നമ്മൾ മെയിൻ കണക്ഷൻ കൊടുക്കുന്നു. ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് ഓൺ ആക്കുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ വരും. ഈ ഭാഗത്തേക്ക് സ്വിച്ച് ഇങ്ങോട്ടാക്കിയാൽ ഈ കണക്ഷൻ ഇതിലോട്ട് വരും. ഈ ചേഞ്ച് ആയി, അതുകൊണ്ട് 2 വഴിക്ക് ടു വേ കണക്ഷൻ എന്ന് പറയും ഇതിനെ. അപ്പൊ ഇങ്ങനത്തെ 2 സ്വിച്ചാണ് നമുക്ക് ഇങ്ങനെയുള്ള കണക്ഷന് നമുക്ക് 2 ടു വേ സ്വിച്ച് ആവശ്യമുണ്ട്. നമ്മൾ അകത്തായാലും പുറത്തായാലും 2 സ്വിച്ച് ബോർഡിലാണ് ഇത് വെക്കുക. ഇതിപ്പോ കണക്ഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒറ്റ ബോർഡിൽ തന്നെ വെച്ച് എങ്ങനെ കണക്ഷൻ കൊടുക്കാമെന്നാണ് ഈ കാണിക്കുന്നത്. സാധാരണ ഒരിക്കലും അത് ഒരു സ്വിച്ച് ബോർഡിൽ വരില്ല. രണ്ട് സെപ്പറേറ്റ് സ്വിച്ച് ബോക്സിൽ വെച്ചാലാണ് നമുക്ക് 2 ഭാഗത്തുനിന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരേ ബോക്സിൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു ലൈറ്റിനും ഒരു ഫാനിനൊക്കെ വേണമെങ്കിൽ ഒരേ ബോർഡിൽ തന്നെ 2 ടു വേ ആവശ്യം വരും. നമുക്ക് പല കണക്ഷനുകൾ ഉണ്ടെങ്കിൽ ഒരു ലൈറ്റിന് മാത്രമാണെങ്കിൽ 2 സ്വിച്ച് ബോക്സ് 2 വ്യത്യസ്ത സ്ഥലത്ത് 2 ടു വേ ഓരോ സ്വിച്ച് വേറെ വേറെ മാറ്റി വെക്കുകയാണ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ കണക്ഷൻ മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒറ്റ ബോഡി തന്നെ വെച്ച്. അപ്പോൾ നമുക്ക് കണക്ഷൻ പെട്ടെന്ന് കാണാം, വ്യക്തമായിട്ട് കാണാം. 2 ബോർഡിലാകുമ്പോൾ ഏത് വയറാണ് ഇങ്ങോട്ട് പോയെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഒരു ബൾബും ഒരു വയർ ഇതിൽ ഇപ്പോൾ കണക്ട് ചെയ്ത് ഒരു സ്വിച്ച് ഇട്ട ആ ലൈറ്റ് ഓൺ ആവുന്നത് കാണാം. ഇപ്പൊ പ്ലഗ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ചെറിയൊരു ക്ലോസ് കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ നമ്മള് വെറുതെ ഓഫ് ചെയ്യാം. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ഇപ്പൊ ഒരു ബൾബ് വയർ വരുന്നു. നമ്മൾ സാധാരണ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു വയർ കട്ട് ചെയ്ത് ഈ സ്വിച്ച് കണക്ട് ചെയ്യാണ് ചെയ്യുക. ഈ സ്വിച്ച് കണക്ട് ചെയ്താൽ അത് ഓൺ ഓഫ് ആയി. ഈ ലൈറ്റിനെ നമുക്ക് ഈ സ്വിച്ച് വഴി കൺട്രോൾ ചെയ്യാം. ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ അത് വർക്കാവും, ഓഫ് ചെയ്ത് ഓഫ് ആവും. അപ്പൊ അത് ടു വേയിലാവുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ളത് നമുക്ക് ഒന്ന് വ്യത്യാസം. അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ടു വേയിൽ ഒരിക്കലും ഓഫ് ഇല്ല. ഇപ്പൊ ഇതൊരു സ്വിച്ചാണിത് ടു വേ. അപ്പൊ ഇതിന്റെ ഈ ഭാഗത്തേക്ക് ഇപ്പൊ കണക്ഷൻ ഉണ്ട്. ഇതിൽ നിന്ന് ഇത് കണ്ടിന്യൂറ്റി, ഇത് നമ്മൾ കണ്ടിന്യൂറ്റി ഒരു വയർ കട്ട് ചെയ്ത് ഇങ്ങനെ ജോയിൻ ചെയ്ത കണ്ടിന്യൂറ്റി ടെസ്റ്റർ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ ടെസ്റ്റ് ചെയ്ത കണ്ടിന്യൂറ്റി ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയാം. അപ്പൊ അതേപോലെ ഇതിപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ ഉണ്ട്, പക്ഷെ ഇതിൽ നിന്ന് ഇതിലേക്കില്ല. ഈ സ്വിച്ച് നമ്മൾ പൊസിഷൻ ഇങ്ങോട്ട് മാറ്റിയിടുമ്പോൾ ഈ സെൻറ്ററും ഈ പോയിന്റുമായിട്ട് കണക്ഷൻ ആയി, പക്ഷെ ഇവിടെ ഇല്ല. ഇതാണ് ടു വേയുടെ വ്യത്യാസം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ല, ഇപ്പൊ ഇതിലേക്കുണ്ട്. അപ്പൊ ഇതിങ്ങനെ ചേഞ്ച് ആവും. 2 ഭാഗത്തേക്ക് കടത്തി വിടുകയാണ് ടു വേയിൽ ചെയ്യുന്നത്. മറ്റേ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ നിന്ന് ഓൺ ആക്കുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരും, ഓഫ് ചെയ്താൽ പിന്നെ ഇത് തമ്മിൽ ബ്രേക്ക് ആയി, ഇതിൽ നിന്ന് കണക്ഷൻ വരില്ല. അപ്പൊ അങ്ങനെയുള്ള 2 ടു വേ സ്വിച്ചാണ് നമ്മൾക്ക് ഈ കണക്ഷൻ ആവശ്യം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ടു വേയുടെ ഈ എൻഡിലുള്ള ഈ 2 പോയിന്റ് ജോയിന്റ് ചെയ്യണോ, ഇത് രണ്ടും ജോയിന്റ് ചെയ്യാം. നമ്മൾ വയറെടുത്ത് ജോയിന്റ് ചെയ്യാണ് വേണ്ടത്. ഇങ്ങനെ കണക്ഷൻ ഇങ്ങനെ രണ്ടും കൊടുക്കുന്നു. ഇതിൽ ഒരു ഫേസ് ഇന്ന് കൊടുക്കുന്നു, ഇതിൽ ഫേസ് ഔട്ട്. ഇത്ര ഇതിൽ കണക്ഷൻ വരുന്നുള്ളൂ. ആ വയർ കണക്ട് ചെയ്ത് കാണിച്ചത്. അപ്പൊ ഇങ്ങനെ ഈ ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ട്
ഇതിലെ ഫേസ് നമ്മൾ പ്ലഗിൽ നിന്നുള്ള വയർ ഒന്നുകിൽ ഇതിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇതിൽ കൊടുക്കാം. ഇവിടെ കൊടുത്താലും രണ്ടും സെയിം തന്നെയാണ്. ഇതിൽ നിന്ന് ഇന്ന് കൊടുത്ത് ഇതിൽ നിന്ന് ഔട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇന്ന് കൊടുത്ത് ഏതെങ്കിലും ഒരു സ്വിച്ച് ബോക്സിൽ നമ്മുടെ സ്വിച്ച് ബോക്സിൽ ആണ് വരിക. അപ്പൊ അതിൽ ഏതിലെ നമുക്ക് സൗകര്യത്തിന് ബൾബ് ഇതിന്റെ അടുത്താണ്, ഏത് ബോക്സിന്റെ അടുത്ത് വരിക, അതിൽ നിന്ന് നമുക്ക് ഔട്ട് എടുത്ത് ബൾബിലേക്ക് ഒരെണ്ണം കൊടുക്കുന്നു, ഫേസ് മാത്രം. അപ്പോൾ മറ്റേ സ്വിച്ച് ബോക്സിൽ നമ്മൾ ഫേസ് ഇന്നും കൊടുക്കുന്നു. അപ്പോൾ ഇത് കണക്ഷൻ, ഇവിടെ ഈ കണക്ഷൻ ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് ഇതിൽ ബോർഡിൽ നോക്കിയാൽ വ്യക്തമായിട്ട് കാണാം. ഈ രണ്ട് 2-വേ സ്വിച്ചിന്റെ താഴെയുള്ള രണ്ട് കണക്ഷൻ തമ്മിൽ ജോയിന്റ് ഒരു വയർ കൊണ്ട് നേരിട്ട് ജോയിന്റ് ചെയ്തിരിക്കുകയാണ്. മുകളിലത്തെ രണ്ടും ഇങ്ങനെ ജോയിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സെൻട്രലിൽ 2 പോയിന്റിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുക. ഇത് പ്ലഗില് മെയിൻ ഫേസ് വരുന്നത്, ഫേസ് ഇതിലോ അല്ലെങ്കിൽ ഇതിലോ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ഫേസ് ഇന്ന് കൊടുത്തു. ഔട്ട് ബൾബിലേക്കുള്ള 2 വയറാണ് ഈ കാണുന്ന 2 വയർ. അതിലത്തെ ഒരു വയർ ബൾബിലോ ഫാനിലോ എന്തിലേക്കാ നമുക്ക് വേണ്ട 2-വേ ആയിട്ട് കൺട്രോൾ ചെയ്യണ്ടേ, അതിലേക്ക് ഇതിലത്തെ സെൻട്രലിലത്തെ മറ്റൊരു പോയിന്റിൽ നിന്ന് ഈ സ്വിച്ചിന്റെ സെൻട്രലിലത്തെ പോയിന്റിലേക്ക് സപ്ലൈ ഇന്ന് കൊടുക്കുന്നു, ഇതിൽ സപ്ലൈ ഔട്ട് പോകുന്നു. ഈ സെൻട്രലിൽ തന്നെ മറ്റേ രണ്ടും തമ്മിൽ ജോയിന്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ അതിൽ ന്യൂട്രൽ വരുന്നുണ്ട്. ഈ ബൾബിന് ലൈറ്റോ ഫാൻ എന്തായാലും അതിന് രണ്ടാമത്തെ ന്യൂട്രൽ വരുന്നുണ്ട്. ആ ന്യൂട്രൽ നമ്മൾ നേരിട്ട് ജോയിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. പ്ലഗിൽ നിന്ന് വരുന്ന 2 വയറിലത്തെ ന്യൂട്രൽ നേരിട്ട് കണക്ഷൻ അത് നമ്മളൊരു കണക്ടർ ഉപയോഗിച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മളതിന്റെ ഫേസ് ഇവിടെ കൊടുത്തു, ന്യൂട്രൽ 2 ബൾബിന്റെയും പ്ലഗിൽ നിന്നുള്ള ന്യൂട്രൽ തമ്മിൽ ജോയിന്റ് ചെയ്തു. പിന്നെ ഈ ഫേസ് ഔട്ട് ബൾബിലേക്ക് നേരിട്ട്, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. വെറുതെ നമ്മളൊരു ബോർഡിൽ വെറുതെ വെക്കുകയാണ് സേഫ്റ്റിക്ക് വേണ്ടി. ഇത്രയേ ഉള്ളൂ. ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇപ്പോൾ രണ്ടും ഓഫിൽ ഇത് ഓണത്തിൽ ഇവിടെ ഓഫ് ചെയ്ത് ഇതിപ്പോൾ ഇവിടെ ഓൺ ആവുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം. ഇവിടെ നിന്ന് ഇതിപ്പോൾ ഇവിടെ ഓഫിലാണെങ്കിൽ ഇവിടെ നിന്ന് ഓൺ ചെയ്യാം. അതേപോലെ ഇവിടെ ഓഫാണ്, ഇവിടെ നിന്ന് ഓൺ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്ക്. അപ്പൊ ഇതിപ്പോ നോക്കുമ്പോൾ 2 ഓഫ് അല്ലെങ്കിൽ 2 ഓണിലും ലൈറ്റ് കത്തുന്നുണ്ട്. സാധാരണ നമ്മൾ 2 സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഓഫ് ആവണം. അതുപോലെ ഏതെങ്കിലും ഒന്ന് ഓൺ ആക്കുമ്പോഴാണ് ലൈറ്റ് കത്തുന്നത്. ഇതിപ്പോ ഒന്ന് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആവുകയാണ്. അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ കണക്ഷൻ എത്രയാണെന്ന് മനസ്സിലായി, ഇങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ആ പ്രശ്നം തീർക്കണമെങ്കിൽ ഇതിൽ നിന്നുള്ളത് നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് ക്രോസ് ആണ് കൊടുക്കേണ്ടത്. അതുപോലെ അതിൽ നിന്നുള്ള അതിലേക്ക് കൊടുക്കാതെ ഇതിന്റെ താഴെ നിന്നുള്ള ഇതിന്റെ മുകളിലേക്കും ഈ സ്വിച്ചിന്റെ മുകളിൽ നിന്ന് അതിന്റെ താഴേക്ക് ക്രോസ് ആയിട്ട് കൊടുത്താൽ ഈ പ്രശ്നം തീരും. ഇപ്പോൾ നിങ്ങൾക്ക് അതിന്റെ പ്രശ്നം മനസ്സിലായെന്ന് തോന്നുന്നു. ഇതിപ്പോൾ 2 സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് ഓൺ ആകുന്നില്ല. ഇതിപ്പോൾ 2 ഓഫിലാണെങ്കിലും ലൈറ്റ് ഓൺ ആയി കിടക്കുകയാണ്. അപ്പോൾ സാധാരണ ഏതെങ്കിലും ഒന്ന് ഓൺ ആക്കുമ്പോഴാണ് ലൈറ്റ് ഓൺ ആകേണ്ടത്. ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫാണ്. അപ്പോൾ ഈ പ്രശ്നം തീർക്കണമെങ്കിൽ ഈ കണക്ഷൻ ഒന്ന് ക്രോസ് ആയിട്ട് കൊടുത്താൽ ആ പ്രശ്നം തീരും. നമുക്കൊന്ന് ക്രോസ് ചെയ്ത് കൊടുത്ത് കറക്റ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇതിന്റെ കണക്ഷൻ ഒന്ന് ക്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ അത് സ്ട്രെയിറ്റ് ആണ് കൊടുത്തത്, ഇതിൽ നിന്ന് ഇങ്ങോട്ടും ഇതിൽ നിന്ന് ഇങ്ങോട്ടും. ഇപ്പൊ ചെയ്തിരിക്കുന്ന ഇതിൽ നിന്ന് മറ്റേ സ്വിച്ചിന്റെ താഴേക്കും ഇതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ക്രോസ് ആയിട്ട് കൊടുത്തു. അപ്പൊ നമ്മളിപ്പോ നോക്കിയാൽ ഓൺ ആക്കി നോക്കാം. ഇപ്പൊ ഇത് 2 സ്വിച്ച് ഓഫിൽ ലൈറ്റ് ഓഫ് ആയിരിക്കുകയാണ്. അതേപോലെ 2 ഓണിലും അതെ. ഒരെണ്ണം ഓണ്, ഒന്ന് ഓഫിൽ. അത് ശരിക്കും ഇപ്പോൾ നോർമൽ രീതിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് ഓൺ ചെയ്യുമ്പോഴും ലൈറ്റ് ഓൺ ആവുന്നുണ്ട്. ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ ലൈറ്റ് ഓൺ ആവുന്നുണ്ട്. അതുപോലെ ഇതിപ്പോൾ ഓൺ ആക്കിയാൽ നമുക്ക് ഇവിടെ ഓഫ് ചെയ്യാം. അതുപോലെ ഇവിടെ ഓഫ് ചെയ്താൽ ഇവിടെ ഓൺ ആക്കാം. ഏത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇതൊരിക്കലും ഒരു സ്വിച്ച് ബോക്സിലല്ല ചെയ്യേണ്ടത്. ഇതിപ്പോൾ കണക്ഷൻ പെട്ടെന്ന് നേരിട്ട് മനസ്സിലാക്കാം, കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കാൻ വേണ്ടി തൊട്ടടുത്ത് ഇങ്ങനെ കണക്ഷൻ കാണിച്ചതാണ്. അപ്പോൾ 2 വ്യത്യസ്തമായ ബോക്സിൽ ഇനിയിപ്പോൾ 2 ലൈറ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു ലൈറ്റും ഫാനും ആക്കാം. അങ്ങനെ വരുമ്പോൾ ഒരേ ബോക്സിൽ 2 എണ്ണം വരും. അതുപോലെ അടുത്ത ബോക്സിലും നമ്മുടെ കയ്യെത്തുന്ന, ഇപ്പോൾ ബെഡ്റൂമിലൊക്കെ ആണെങ്കിൽ ബെഡിന്റെ അടുത്തുള്ള അതിലും 2 2-വേ വയ്ക്കുക. നമ്മളിപ്പോൾ ചുമരില്ലേ ഡോറിന്റെ അവിടെ ആയിരിക്കും സാധാരണ സ്വിച്ച് ബോക്സിൽ വരും. നമുക്ക് റൂമിലേക്ക് കടന്നു വരുമ്പോൾ ലൈറ്റ് ഓൺ ആക്കാൻ വേണ്ടി. അപ്പോൾ അവിടെയും 2 2-വേ വയ്ക്കുക. നമുക്ക് 2 എണ്ണം കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ മാത്രമേ 2 2-വേ ഓരോ ബോക്സിൽ വരേണ്ടി വരുള്ളൂ. ഒരു ലൈറ്റിനോ ഒരു ഫാനിനാണെങ്കിൽ ഒരു 2-വേ മാത്രമേ ഓരോ ബോക്സിൽ വരും. അത് 2 വ്യത്യസ്ത ബോക്സിൽ. അപ്പോൾ കണക്ഷൻ ഈ ബോക്സിൽ മറ്റു ബോക്സിലേക്ക് കൊടുക്കേണ്ട കണക്ഷൻ ഇങ്ങനെയാണ്. ഇങ്ങനെ കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നെ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇപ്പോൾ അകത്ത് ഒരു ലൈറ്റ്, പുറത്തുള്ള ലൈറ്റിനെ അകത്തുനിന്നും പുറത്തുനിന്നും കൺട്രോൾ ചെയ്യുക. ഇതിനൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുക. അപ്പോൾ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.